ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ ചിന്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ താലന്തുകളുടെ ഉപമ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഈ താലന്തുകളുടെ ഉപമയിലെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ യജമാനൻ കൊടുത്ത താലന്ത് ഉപയോഗിക്കാതിരുന്ന വ്യക്തി ആ വ്യക്തിയിൽ നിന്ന് അതെടുത്തിട്ട് അത് ഏറ്റവും കൂടുതൽ സമ്പാദിച്ച് അല്ലെങ്കിൽ താലന്തുകൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചവന് അതെടുത്ത് കൊടുക്കാനാണ് ആ യജമാനൻ പറയുന്നത്. അതുപോലെ വേറൊരു വാക്യമുണ്ട്, ഉള്ളവന് വീണ്ടും നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളതുകൂടെ എടുക്കപ്പെടും എന്നുള്ളത്. അപ്പോൾ എന്നെ പലപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു വചനമാണിത്. കാരണം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ ഏറ്റവും ചെറിയ താലന്തുകളാണെങ്കിലും അതിനെ കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അപ്പോൾ എല്ലാവരിലും ഈ ഭൂമിയിലേക്ക് വന്ന എല്ലാവരിലും ദൈവം നൽകിയിരിക്കുന്ന കുറച്ച് കഴിവുകളും നന്മകളും ഒക്കെ ഉണ്ട്. അതിപ്പം വലിയ കാര്യങ്ങളാവണം എന്നില്ല, ഏറ്റവും ചെറിയൊരു കാര്യങ്ങൾ പോലും ആകാം. പക്ഷേ ആ നൽകിയിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ അത് ഉപയോഗപ്പെടുത്താനും നമുക്കൊരു അവസരങ്ങൾ കിട്ടുമ്പോൾ അതിനെ കൂടുതൽ പ്രയോജനപ്പെടുത്താനും ഒക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ഇല്ല എങ്കിൽ ദൈവം നമ്മളോട് ഈ താലന്തുകളെ പറ്റി കണക്ക് ചോദിക്കുന്ന ഒരു സമയമുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എൻ്റെ വിശ്വസ്തനായ ഭൃത്യ എന്ന ആ വിളി കേൾക്കാൻ നമുക്കൊരു പക്ഷേ സാധിക്കാതെ വരും. അപ്പോൾ ഈ നമ്മൾ താലന്തുകളെ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ, അപ്പം ദൈവം നമ്മളെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ച താലന്തുകളെ, കഴിവുകളെ, അത് ചിലപ്പം ഒന്ന് പാട്ട് പാടാനായിരിക്കാം, ചിലപ്പം ഇതുപോലൊരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ളതായിരിക്കാം, ചിലപ്പം ഒരാളെ നോക്കി പുഞ്ചിരിക്കാൻ കഴിയുന്നത് പോലും എല്ലാവരെ കൊണ്ടും അത് പറ്റില്ല. അപ്പോൾ അത് നിങ്ങളിലുള്ളൊരു നന്മയാണ്. അപ്പോൾ നിങ്ങളിലുള്ള ഈ നന്മകളെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി അതിനെ കണ്ടെത്തിയിട്ട് അതിനെ കൂടുതൽ ദൈവരാജ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനൊരു കാര്യമുണ്ട്, നമ്മൾ ദശാംശം കൊടുക്കുമല്ലോ. ദശാംശം കൊടുക്കുന്നത് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ദശാംശം, അതായത് പൈസയായിട്ട് മാത്രമല്ല, നമ്മളുടെ കഴിവുകളുടെ ദശാംശവും സമയത്തിൻ്റെ ദശാംശവും ഒക്കെ ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. എല്ലാത്തിൻ്റെ ദശാംശം ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. അപ്പം നമ്മളുടെ കഴിവുകളുടെ ഒരു പങ്ക് നമ്മൾ ദൈവത്തിന് പ്രത്യേകമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഇതൊരു പുതിയൊരു ഉണർവാകട്ടെ എന്ന് ആശംസിക്കുന്നു. God bless you all.